സ്റ്റൂ ഉണ്ടാക്കി നോക്കാം. നമുക്ക് അപ്പത്തിന് ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാം. ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്തണം. 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, കിഴങ്ങ് ഇത്രയും കാര്യങ്ങളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ചെറുതായിട്ട് അരിയണം. ഒരു പകുതി മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് പിഴിഞ്ഞെടുക്കണം. പാത്രം അടുപ്പ് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സവോള, വെളുത്തുള്ളി, ഒരു ശകലം ഇഞ്ചി ഇത് നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കഷ്ണം എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചുകൊണ്ടിരിക്കണം. വെള്ളത്തിലിട്ട് വേവിക്കുന്നതിലും രുചി ഇങ്ങനെ മൂപ്പിച്ച് വേവിച്ചെടുക്കുന്നതാണ്. നമുക്ക് ഒരു പൊടിക്ക് മാത്രം മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയായിട്ടുള്ളത് കേട്ടോ. അല്പം കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഒരു അല്പം മസാല പൊടിച്ച് വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് കുതിർത്തിയത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടണേ. ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ചാറ് എന്തോരം വേണം അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ ഇന്ന് തിളച്ച് എല്ലാം കൂടി യോജിച്ച് ഒന്നുകൂടെ വേകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, കറി റെഡിയായി. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കിയേക്കാം കേട്ടോ. റെഡിയാണ്. രുചികരമായ കറിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ഇടാം. ഇവിടെ ആർക്കും മല്ലിയില താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഓക്കെ, എല്ലാവരും ഇതുപോലെ നോക്കുക. ഓക്കെ, താങ്ക് യു.